2025 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ. എത്രാമത്തെ ലോക പരിസ്ഥിതി ദിനമാണ് 2025 ആചരിക്കുന്നത്? ഉത്തരം 52ാമത്തെ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ്? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏതാണ്? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ രണ്ടാമതായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. 2018 മാർച്ച് 23 ഇന്ത്യയിൽ ആദ്യമായി മഹാരാഷ്ട്രയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചത്. 2018 ജൂലൈ 6 ഹിമാചൽ പ്രദേശിലും പ്ലാസ്റ്റിക് നിരോധിച്ചു. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം മഴക്കാടുകൾ. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. കാടവിട മക്കളെ മേടവിട മക്കളെ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം അയ്യപ്പ പണിക്കർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. UNEPയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നൈറോബി. UNEP സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1972. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം ഗ്രീൻ പീസ്. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നെതർലാൻഡിലെ ആംസ്റ്റർഡാം. ഇർവിങ് സ്റ്റോ, ഡെറോത്തി സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏത്? ഉത്തരം ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഉത്തരം കാനഡ. കേരളത്തിലെ ജൈവ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏതാണ്? ഉത്തരം വനശ്രീ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ കണ്ടൽക്കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം ഇരവികുളം ദേശീയ ഉദ്യാനം. ഏതു മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? ഉത്തരം സിംഹവാലൻ കുരങ്ങ്. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏതാണ്?
ഉത്തരം ന്യൂഡൽഹിയിലെ ദി ചാരിറ്റബിൾ ബേർഡ്സ് ഹോസ്പിറ്റൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ തെന്മല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ചൂലന്നൂർ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1986. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇന്ദുചൂടൻ. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? ഉത്തരം കുറിഞ്ഞിമല. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ സലീം അലിയുടെ. കേരളത്തിലെ മനുഷ്യസ്പർശം ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം ഏതാണ്? ഉത്തരം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇത് ഉത്തരാഖണ്ഡിലാണ് ഉള്ളത്. ജൈവ വൈവിധ്യം എന്ന പ്രയോഗം ഏത് വന്യജീവി ശാസ്ത്രജ്ഞൻ്റെ സംഭാവനയാണ്? ഉത്തരം വാൾട്ടർ ജി റോസൺ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വർഷം? ഉത്തരം 1985. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? ഉത്തരം ബാണാസുര സാഗർ ഡാം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം. വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏതാണ്? ഉത്തരം പാതിരാമണൽ ദ്വീപ്. സ്വീഡന്റെ തലസ്ഥാന നഗരിയിൽ 1972 ജൂൺ 5 ആരംഭിച്ച പാരിസ്ഥിതിക സമ്മേളനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സ്റ്റോക്ക്ഹോം സമ്മേളനം. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം മംഗളവനം. ലോക മണ്ണ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 5. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 22. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്: വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബായ്.